ഹലോ ഹലോ ചേച്ചി. ഹലോ ഹലോ ചേച്ചി. ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. ന്യൂസൊക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയണത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാതെ സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മളിതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു. ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്റെ അടുത്ത് ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. വെറുതെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. അവിടെ അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും തന്നെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും ഉരുപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. ഇനിയിപ്പോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യോ? അറിയില്ല. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ടേ. ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. നിന്റെ കാര്യങ്ങൾ നോക്കി നീ എന്താ പറയാ, നിന്റെ ഇതുമായിട്ട് നിനക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, നീ ഇതുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ വളരെ എന്താ പറയാ കൊയറ്റായിട്ട് അവിടെ നിൽക്കുക. മനസ്സിലായി? ഫുള്ളായിട്ട് വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. കാരണം ഇത് പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിനക്ക് സമയം എന്തായാലും വേണ്ടി വരും. ഞാൻ പോലും അതുകൊണ്ട് ഒരു വിധത്തിൽ കുഴപ്പം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്, ഒരു വിധത്തിൽ നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എന്ത് വന്നാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്നുള്ളത് ഇപ്പൊ തൽക്കാലം അത് എന്താ ഏതാണെന്നൊന്നും അന്വേഷിക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ കുഴപ്പമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അത്രയും ചെയ്യാം കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.